നിനവറിയാതെ. രചന പവിഴമഴ. അവതരണം ഷാവുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സിയം നൂഞ്ഞേരി. നിനക്കെന്താ കുഞ്ഞി ഭ്രാന്താണോ? നാളെ നേരം കൊടുത്ത നിന്റെ കല്യാണം, എന്നിട്ട് അവൾ എന്റെ കൂടെ ഒളിച്ചോടാൻ വന്നേക്കുന്നു. നീ കൈവിട്ടേ. ദേഷ്യത്താൽ അവൾക്ക് നേരെ അലറിയതും അവൾ ഞെട്ടിവറച്ചുകൊണ്ട് ആ കൈക്ക് മുറുക്കെ പിടിച്ചു. കൈ വിടാനല്ല ഞാൻ പറഞ്ഞത്, കുഞ്ഞി വിടാൻ. അവൾ ഒന്നുകൂടെ അമർത്തി പിടിച്ചു. അവൻ സർവ്വശക്തിയും എടുത്ത് ആ കൈ കുടഞ്ഞെറിഞ്ഞു. അപ്പേട്ടാ, നമുക്കിപ്പോ പോവാം, എല്ലാവരും ഉറങ്ങാം, നമുക്ക് പോവാം. തേങ്ങിക്കരഞ്ഞുകൊണ്ട് അവനെ ചുറ്റിപ്പിടിച്ചു. അവൻ തന്നിൽ നിന്ന് അവൾ അകറ്റി നിർത്തി കവിളിലേക്ക് ആഞ്ഞടിച്ചു. നീ എന്താ ഈ പറയുന്നത്? വല്ല ബോധമുണ്ട് കുഞ്ഞിനെ നിൽക്കുക? നിന്റെ കല്യാണത്തിന് വേണ്ടി സന്തോഷിക്കുന്ന എത്ര ആൾക്കാരുണ്ട് താഴെ. നിന്റെ അച്ഛനെ കുറിച്ച് ഓർത്തു നീ? പാവം നെഞ്ചുപൊട്ടി ചത്തുപോകും കുഞ്ഞി. ഇല്ല, എനിക്ക് കഴിയില്ല. എന്നെ വളർത്തി എന്റെ അമ്മാവനെ ചതിക്കാൻ ഈ അർണവിന് കഴിയില്ല. ശബരി നല്ലവനാ, നിനക്ക് നന്നായി ചേരും. നിന്റെ ഒരു വിളിക്കപ്പുറം എന്നും നിന്റെ അപ്പൂട്ടം കാണും കുഞ്ഞി. പക്ഷേ അത് നീ വിചാരിക്കും പോലെയല്ല. നിന്റെ ലൈഫിലെ നല്ലൊരു ഫ്രണ്ടായി, നല്ലൊരു ഏട്ടനായി എന്നും ഞാൻ കാണും. നീനെ മറക്കണം കുഞ്ഞി, മറന്നേ പറ്റൂ. കരച്ചിൽ തികട്ടി വന്നപ്പോഴും അത് പുറത്തു കാട്ടാതെ അപ്പു എങ്ങനെയോ പറഞ്ഞൊപ്പിച്ചു. കണ്ണുകൾ നിറയാൻ വെമ്പൽ കൊണ്ടപ്പോൾ ദേഷ്യം എടുത്ത് മുഖത്തണിഞ്ഞു. അല്ലെങ്കിലും നിന്നെ ഇഷ്ടമാണെന്ന് ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോന്ന്? അവൻ അവൾക്ക് നേരെ ചെറിയതും അവൾ ഞെട്ടിത്തരിച്ചു. ശരിയാണ്, ഒരിക്കൽ പോലും തന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ ആ കണ്ണുകളിൽ ഞാൻ കണ്ട തന്നോടുള്ള പ്രണയമല്ലേ? വാത്സല്യത്തോടെ തന്നെ ചേർത്ത് പിടിക്കുമ്പോഴും അതിൽ മറഞ്ഞു നിന്നിരുന്ന പ്രണയം ഉണ്ടായിരുന്നില്ലേ? എന്നോട് ആരെങ്കിലും അടുക്കാമെന്ന മുഖത്തുണ്ടാകുന്ന കുശിമ്പിൽ ഞാൻ കണ്ട പ്രണയമല്ലേ? അതൊരേട്ടന്റെ സ്നേഹമായിരുന്നു. ചേർത്ത് പിടിച്ച് കൊണ്ടുനടന്ന് ഉമ്മ വെച്ച് കൂടെ നിന്ന് ഇതെല്ലാം ഒരു ഏട്ടന്റെ സ്ഥാനത്ത് നിന്നാണോ അപ്പേട്ടൻ തന്നെ കണ്ടത്? പിന്നെ എങ്ങനെ എന്റെ കണ്ണിൽ മാത്രം പ്രണയമായി മാറി? പറ അപ്പേട്ട. ആൾ കരഞ്ഞുകൊണ്ട് അവനെ പിടിച്ച് കുലുക്കി. അവന് ഉത്തരമില്ലായിരുന്നു. താൻ അവളെ ചേർത്ത് പിടിച്ചപ്പോഴും കൂടെ നിന്നപ്പോഴും ഉമ്മ വെച്ചപ്പോഴും ഉള്ളിൽ പ്രണയമുണ്ടായിരുന്നു. പക്ഷേ പുറത്ത് കാണിച്ചില്ല. ഏട്ടന്റെ സ്ഥാനത്താണെന്നും പറഞ്ഞിട്ടില്ല. സ്വന്തം പ്രണയത്തെ എങ്ങനെ ഏട്ടന്റെ സ്ഥാനമാണെന്ന് പറയാൻ കഴിയും? ഒരിക്കലുമില്ല. പക്ഷെ അമ്മാവൻ, അനാഥനായ തന്നെ അമ്മാവനാണ് വളർത്തിയത്. തന്റെ അമ്മയുടെ ഏട്ടൻ ആ മനുഷ്യനെ ചതിക്കുന്നതിന് തുല്യമാവും ഇങ്ങനെ ചെയ്താൽ. അപ്പു മനസ്സിലോർത്തു. അല്ല, അങ്ങനെയല്ല. അപ്പുവിന് എന്നെ ഇഷ്ടം. കുഞ്ഞി അപ്പുവേട്ടന്റെ കുഞ്ഞിപ്പെണ്ണ. ആൾ വീറോടെ പറഞ്ഞതും അവനിലുണ്ടായ വികാരം ഒളിപ്പിച്ചുകൊണ്ട് അവനെ തള്ളി മാറ്റി. നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവൂല കുഞ്ഞി? അപ്പേട്ടില്ലെങ്കിൽ ഞാൻ ചാവും, ഞാൻ മരിക്കും. ആൾ പറഞ്ഞ അവൻ ഞെട്ടി. അടുത്ത നിമിഷം അവന്റെ കൈ അവിടെ കവിളിൽ പതിഞ്ഞിരുന്നു. അത്രയും വേദനയിൽ ആഴ്ത്തിയിരുന്ന അവിടെ ആ വാക്കുകൾ. നീ എന്താ അസംബന്ധാണ് ഈ പറഞ്ഞെന്നറിയോ? ജീവൻ തന്ന ദൈവ, അത് എടുക്കാൻ അവന് മാത്രമേ അവകാശമുള്ളൂ. ഒരു മനുഷ്യന് അതിന് അവകാശമില്ല, എന്തിന്റെ പേരിലായാലും. ഇതാണോ ബോർഡായ കുഞ്ഞി? അവൻ പുച്ഛത്തോടെ അവളെ നോക്കിയതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു തൂവിയിരുന്നു. എന്തിനും നിന്റെ കണ്ണീർ വീഴുന്ന ഞാന് ഇതിൽ വീഴുന്ന എന്റെ കുഞ്ഞ് വിചാരിക്കണ്ട. അത് മാത്രമല്ല, നിനക്ക് എത്രയോ വയസ്സ്? എനിക്ക് 27 ആണല്ലോ. എനിക്ക് വയസ്സ് 37 കുഞ്ഞി. നമ്മൾ തമ്മിൽ 10 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. നിനക്ക് ഞാൻ ഒട്ടും ചേരില്ല. പിന്നെ ശബരി നല്ലവനാ, എന്നെ പോലെ കൃഷിപ്പണിയൊന്നുമില്ല അവന്. അവൻ കമ്പനിയുടെ മാനേജരാ. നിനക്ക് ഇഷ്ടപ്പെട്ട ജോബല്ലേ അത്? അവൻ അവളെ കവിളിൽ തലോടി തന്നോട് ചേർത്ത് നിർത്തി. ഇങ്ങോട്ട് നോക്കൂ കുഞ്ഞി. അവൾ നിറമിഴികൾ ഉയർത്തി അവനെ നോക്കി അത്യധികം പ്രണയത്തോടെ. നീ എന്നെ മറക്കും, അതിന് നിനക്ക് കഴിയും. ശബരി എന്നേക്കാൾ എത്രയോ നല്ലവനാ കുഞ്ഞി. നിനക്ക് ഉദിച്ച അവനാ കുഞ്ഞി. അതുകൊണ്ട് അല്പമെങ്കിലും നിനക്ക് എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ നീ എന്നെ മറക്കണം. നിന്റെ ഉള്ളിലെ പ്രണയം ശബരിക്ക് പകർന്നു നൽകണം. നിന്റെ ജീവിതത്തിലെ ഒരേ ഒരു ബോയ് ഫ്രണ്ട് അത് ഞാനാണെന്ന് നിനക്കറിയാം. എല്ലാവരെക്കാളും നീ സ്ഥാനം തന്ന എനിക്ക് തന്നെയാണ്. പക്ഷേ ഇനി ആ സ്ഥാനം ശബരിക്കുള്ളതാണോ കുഞ്ഞി? അവനേക്കാൾ മറ്റൊന്നിന് ഇനി നിന്റെ ജീവിതത്തിൽ സ്ഥാനമില്ല. അവനാണ് നിന്റെ എല്ലാം. നിന്നെ പൊന്നുപോലെ നിനവറിയാതെ നോക്കാൻ ശബരി കഴിയും. ഞാൻ നിങ്ങളുടെ ജീവിതം ദൂരെ നിന്ന് നോക്കിക്കണ്ടോളാം. പറ്റുമെങ്കിൽ ഒരു പെണ്ണ് കെട്ടണം. ഇല്ലാത്ത ചിരി മുഖത്ത് വരുത്തി അവനത് പറയുമ്പോൾ അവന്റെ ഹൃദയം അലമുറിടുകയായിരുന്നു. നിന്നെ ഞാൻ പ്രണയിക്കുന്നുണ്ടെന്ന് പറയാൻ ഉള്ളം വെമ്പിയെങ്കിലും അവൻ പ്രകടിപ്പിച്ചില്ല. എന്നാൽ അവന്റെ വാക്കുകളെല്ലാം അവളുടെ മനസ്സിനെ ചുട്ടുപൊള്ളിച്ചു. അവന്റെ വാക്കുകളിൽ തെല്ലും അവൾക്ക് പ്രണയം കാണാൻ കഴിഞ്ഞില്ല. സന്തോഷത്തിന് പിന്നിൽ മറിഞ്ഞിരിക്കുന്ന അവന്റെ സങ്കടങ്ങളെ അവൾ കണ്ടില്ല. അപ്പോ എന്നോട് ഒരിക്കലും പ്രണയം തോന്നിയിട്ടില്ലേ? ഒരിക്കൽ പോലും? ആ ചോദ്യം കേട്ട് അവനൊന്നും പതറി. എങ്കിലും പറഞ്ഞു, ഇല്ല കുഞ്ഞി, എനിക്ക് നിന്നോടൊരു ഫ്രണ്ട്, ഒരു അനിയത്തി, അതിൽ പരൊന്നും തോന്നിയിട്ടില്ല. നിനക്കങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ആ സ്വപ്നങ്ങളെ നീ മണ്ണിട്ട് മൂടണം. കൃഷ്ണയുടെ മനസ്സ് ഇനി ശബരിക്ക് സ്വന്തമാണ്. തന്റെ മനസ്സാക്ഷിയെ വഞ്ചിക്കുകയാണെന്ന് അറിഞ്ഞിട്ടും അവൻ കള്ളം പറഞ്ഞു. എന്റെ കുഞ്ഞ് റൂമിലേക്ക് ചെല്ല്, ആരെയും കാണുമ്പോൾ വേഗം. നാളെ കാണാട്ടോ. അവൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. കഷ്ടപ്പെട്ട് പുഞ്ചിരിക്കുന്നവളെ കാണെ അവന് പാവം തോന്നിപ്പോയി. പാവത്തിനറിയില്ല തന്റെ അഭിനയമാണിതെന്ന്. ഈ നെഞ്ചകം മുഴുവൻ ഈ കുഞ്ഞിയാണെന്ന്. പൊട്ടിപ്പെണ്ണാണ് അവൾ. വളർന്നേയുള്ളൂ. കുഞ്ഞു മനസ്സാണ്, പേര് പോലെ തന്നെ. താൻ പറഞ്ഞ അപ്പടി വിശ്വസിച്ചെന്ന് ആ മുഖത്തിൽ നിന്ന് വ്യക്തമാണ്. അവൾ മാറുമായിരിക്കും. അവൻ വേദനയോടെ മനസ്സിലോർത്തു. ശരിയാ, ഞാൻ ആ പേട്ടിന് പൊട്ടി. ആ കണ്ണിലെ വാത്സല്യം പ്രണയായി തെറ്റിദ്ധരിച്ച്. അതെന്റെ തെറ്റാ. അപ്പോഴത് കാര്യാക്കണ്ട. എന്റെ പൊട്ട ഉതിൽ തോന്നി ഞാൻ പറഞ്ഞ എന്ന് കരുതിയാൽ മതി. പക്ഷേ അപ്പോഴ ഇത്
അങ്ങനെ വരുമ്പോൾ അപ്പൂട്ടൻ്റെ കൂടെയുള്ള അവസാന ദിവസമല്ലേ, അതുകൊണ്ട് ഞാനിത് അപ്പൂട്ടൻ്റെ കൂടെ ഈ നെഞ്ചി കിടന്നോട്ടെ, ഒരു അനിയത്തെ പോലെ ചേർത്ത് പിടിച്ചുകൂടെ. പറയുമ്പോൾ കണ്ടമിടറാതിരിക്കാൻ അവൾ ആവത് ശ്രമിച്ചു. പക്ഷേ കണ്ണു ചതിച്ചു. അവൾ കയ്യിൽ മുഖം ചേർത്ത് പൊട്ടിക്കരഞ്ഞു. അവളുടെ കണ്ണീര് കാണെ അപ്പുവിന് ചങ്ക് പൊട്ടും പോലെ തോന്നി, ഉള്ളിലെ പ്രണയം പുറത്തു വരും പോലെ. പക്ഷേ അതടക്കി പിടിച്ച് മുന്നോട്ട് ചെന്ന് അവളെ ചേർത്ത് പിടിച്ച്, സമ്മതാണ് കുഞ്ഞി, നിന്നെ ഒരു അനിയത്തെ പോലെ, ബെസ്റ്റ് ഫ്രണ്ടിനെ പോലെ ചേർത്തിരുത്താൻ എന്നും ഈ ഞാനുണ്ടാവും. ഇവിടെ കിടന്നു നിന്റെ അപ്പുവേട്ടൻ്റെ കൂടെ. എന്നെ അപ്പുവേട്ട എടുത്തു കിടത്തണം. കണ്ണീരിന്റെ ഇടയിലും ചിണുങ്ങിക്കൊണ്ട് അവൾ പറഞ്ഞതും അവൻ ചിരിയോടെ തലയാട്ടി അവളെ കയ്യിൽ കോരിയെടുത്തു. കട്ടിലിൽ കിടത്തി. ഒപ്പം അവനും കിടന്നു. ഇനി ഉറങ്ങിക്കോ, അപ്പുവേട്ടൻ്റെ കുഞ്ഞ് ഉറങ്ങിക്കോ. അവൾ പുഞ്ചിരിച്ചുകൊണ്ട് അവന്റെ നെഞ്ചിൽ ചാരി കിടന്നു. ഇതിനു മുമ്പ് ഇങ്ങനെ കിടന്നിട്ടുണ്ട്, പക്ഷേ ആ സുഖം ഇന്ന് കിട്ടുന്നില്ല. ഇത് അവസാനത്തെ കിടത്തമായോണ്ടാവും. അവൾ കണ്ണീരടക്കി ആ നെഞ്ചിൽ ചാരി കിടന്നു. ആരൊക്കെ നോക്കിയാലും എൻ്റെ അപ്പുവേട്ടനെ പോലെ നോക്കാൻ ആർക്കും പറ്റില്ല അപ്പുവേട്ട. ഈ കെയറിങ്, സ്നേഹം, കരുതൽ, ധൈര്യം എല്ലാമാണ് അപ്പുവേട്ട നിങ്ങൾ എന്നിലേക്ക് അടുപ്പിച്ചത്. അവൾ മനസ്സിൽ നിലവോടെ ഓർത്തു. അവൻ അവിടെ പുറത്തു തട്ടി. ഒരുപാട് കരഞ്ഞുകൊണ്ടാവും അവൾ പ്രിയപ്പെട്ടവന്റെ സാന്നിധ്യത്തിൽ ഉറങ്ങി. അവൾ ഉറങ്ങിയെന്ന് ഉറപ്പായതും അവൻ തന്നിൽ നിന്ന് അവളെ വേർപ്പെടുത്താൻ ശ്രമിച്ചു. അവൾ ഷർട്ടിൽ മുറുക്കി പിടിച്ചിട്ടുണ്ട്. അവനത് മെല്ലെ വേർപ്പെടുത്തിക്കൊണ്ട് ശബ്ദമുണ്ടാക്കാതെ എണീറ്റുപോയി. എണീറ്റ് അവളുടെ റൂമിലേക്കായിരുന്നു അവൻ പോയത്. അവിടെ എത്തിയതും കട്ടിലിരുന്നു. അത്ര നേരം അടക്കി വെച്ച കണ്ണീരാണ് പൊട്ടി ഒഴുകി. കയ്യിൽ മുഖം ചേർത്ത് അവൻ പൊട്ടിക്കരഞ്ഞു. എന്തിനാ ദൈവമേ അർഹതയില്ലാത്ത വെറുതെ ആഗ്രഹിച്ച്? തൻ്റെ തെറ്റാ കുഞ്ഞി. അവൾ തൻ്റെ പ്രസവത്തോടെ മരിച്ചതാ. തൻ്റെ അമ്മ അത് താങ്ങാൻ വയ്യാതെ അച്ഛനും. അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ വീട്ടുകാർക്കും അമ്മ വീട്ടുകാർക്കും എല്ലാം താൻ അമ്മയെ കൊല്ലിയായിരുന്നു. ഒരാൾ കുഴിച്ച്, തൻ്റെ സാഗർമാമ ഒഴിച്ച്. എല്ലാവരും ഒറ്റപ്പെടുത്തിയപ്പോൾ തന്നെ നോക്കിയത് കമലമ്മയും സാഗർമാമയോ. പിന്നെ കുഞ്ഞിയുടെ പ്രസവത്തോടെ കമലമ്മ മരിച്ചു. അന്ന് കുഞ്ഞിയെ സാഗർമാമ ഏറ്റുവാങ്ങുമ്പോൾ ഞങ്ങളുടെ കണ്ണുകളിൽ സന്തോഷമില്ലായിരുന്നു. ഇത്രയും ദിവസം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന കമലമ്മ പോയി കുഞ്ഞു വന്ന സന്തോഷിക്കാനാവുമോ? ഒരു നിമിഷം ആ കുഞ്ഞുകാരനിലെ കമലമ്മ പോയതെന്ന് അന്നത്തെ പൊട്ടബുദ്ധിയിൽ ചിന്തിച്ചു വരെ പോയി. കുഞ്ഞിയെ അന്ന് തീർത്തും അവഗണിച്ചു. പക്ഷെ സാഗർമാമ അവളെ പൊന്നുപോലെ നോക്കി. തനിക്ക് അവളോടുള്ള ഈ അവഗണന മനസ്സിലാക്കിയെന്നോണം സാഗർമാമ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി. പാവം ഈ കുഞ്ഞ് എന്ത് പഴിച്ചു മോനെ, അത് നമ്മുടെ കമലയുടെ കുഞ്ഞല്ലേ, അവളിങ്ങനെ അവഗണിക്കാവോ? അമ്മാവൻ പറഞ്ഞപ്പോഴാണ് അത് താൻ ചിന്തിച്ച്. പാവം കുഞ്ഞെന്താ പഴിച്ച്? അന്ന് തൊട്ട് ഒന്നും മനസ്സിലാവാത്ത കൈക്കുഞ്ഞിനെ അവഗണിച്ചോർത്തുള്ള തെറ്റിദ്ധാരണയായിരുന്നു. പിന്നെ അമ്മാവനേക്കാൾ കൂടുതൽ താനായിരുന്നു അവളെ എടുക്കാനും എല്ലാത്തിനും ആവേശം. 10 വയസ്സേ ഉള്ളൂ അന്ന്. എല്ലാത്തിനും ഭയങ്കര ഉന്മേഷമായിരുന്നു. അവൾക്ക് ആളെ തിരിച്ചറിയാൻ തുടങ്ങിയ കാലം മുതൽ തന്നെയും സാഗർമാമയല്ലാതെ ആരും പറ്റില്ല. ഒരുപക്ഷെ അവൾക്ക് സാഗർമാമയേക്കാൾ പ്രിയം തന്നോടായിരുന്നു. അന്നത്തെ കുഞ്ഞിപ്പെണ്ണിന്റെ അപ്പേട്ടനോട്. എപ്പോഴും തന്റെ കയ്യിൽ മാത്രം തൂങ്ങി നടക്കും. ചെറുപ്പം തൊട്ടേ തന്നോട് മാത്രമായിരുന്നു കൂട്ട്. വേറെ ആരോടും കൂട്ടിന് പോയില്ല. ഇങ്ങോട്ട് വന്നാലും അധികം അടുക്കില്ല അവള്. എപ്പോഴും പറയും നികിന്റെ അപ്പുവേട്ട മാത്രം മതി കൂട്ടിനെന്ന്. അത് കേൾക്കുമ്പോൾ മനസ്സിൽ എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു. എന്തിനെന്നറിയാത്ത സന്തോഷം. പിണങ്ങിയാൽ ഞാൻ തന്നെ അങ്ങോട്ട് ചെന്ന് മിണ്ടണം, എന്നാലേ മിണ്ടു. പക്ഷെ ഞാൻ കുറെ നേരം കഴിഞ്ഞ് മിണ്ടിയില്ലെങ്കിൽ ഇങ്ങോട്ട് വന്ന് മിണ്ടും. അധികം നേരമൊന്നും മിണ്ടാതിരിക്കാൻ അവൾക്ക് കഴിയില്ല. അതുമാത്രമല്ല, ഭയങ്കര സ്നേഹമാണ്. തനിക്കൊന്നും നൊന്താൽ ആദ്യം നിറയുന്ന അവളുടെ കണ്ണായിരിക്കും. കിടക്കലും കളിക്കലും എല്ലാം തൻ്റെ ഒപ്പമായിരുന്നു. താൻ വലുതായപ്പോൾ പഠിപ്പെല്ലാം നിർത്തി. ചെറുപ്പം തൊട്ടേ കൃഷിയോടായിരുന്നു താല്പര്യം. അമ്മാവന് ഈ ചരക്കുകളുടെ ലോഡ് ഇറക്കുന്ന പണിയും പിന്നെ ഒരു ഫാക്ടറിയും പിന്നെ ഒരു പച്ചക്കറി തോട്ടവും ഉണ്ട്. അതിൽ അമ്മാവനെ സഹായിച്ചിരുന്നു. താൻ +2 വരെ പഠിച്ചു. പഠിപ്പ് നിർത്തിയപ്പോൾ അവൾ 2ലാണ്. എന്നും സ്കൂൾ വിട്ട് വേഗം വരും. അപ്പോഴൊക്കെ കൃഷിപ്പണിയിലായിരിക്കും. അതിലവൾ അവൾക്ക് കഴിയും പോലെ പണിയെടുക്കും. എനിക്ക് കഴിയുമെന്ന് പറഞ്ഞ് എളിഞ്ഞു നിൽക്കുമ്പോൾ അറിയാതെ ചിരി പൊട്ടും. അന്നൊക്കെ വാത്സല്യമായിരുന്നു. എപ്പോഴും തൻ്റെ കൂടെ നിഴൽ പോലെയുള്ള കുഞ്ഞിപ്പെണ്ണിനോടുള്ള വാത്സല്യം. തനിക്ക് ഒഴിവ് സമയങ്ങളിൽ അവളോടൊപ്പമായിരുന്നു സമയം ചെലവഴിച്ചിരുന്നു. അറിയും പോലെ എല്ലാം പഠിപ്പിച്ചു കൊടുക്കും. പഠിക്കാനും മത്സരത്തിനും എല്ലാത്തിനും അവൾ ഫസ്റ്റ് ആയിരുന്നു. എന്തെങ്കിലും സമ്മാനം കിട്ടിയാൽ അത് കൊണ്ടുവരുമ്പോൾ പറയും, അപ്പേട്ടനാണ് എന്നെ പഠിപ്പിച്ചത്, അതുകൊണ്ടാണ് ഞാൻ ജയിച്ചതെന്ന്. കുഞ്ഞിക്ക് തരാൻ സമ്മാനമൊന്നുമില്ല എന്ന് ചോദിക്കുമ്പോൾ അവളെ എടുത്തുയർത്തി കവിളിലൊന്ന് മുത്തും. ഇപ്പൊ ഇതേയുള്ളൂ സമ്മാനം, ബാക്കി പിന്നെ വാങ്ങിച്ചുതരാം. അപ്പൊ തലയാട്ടി ചിരിക്കും. വിചാരിക്കും പോലെ പാവൊന്നല്ല. സാഗർമാമയും താനോടെ കുറുമ്പുകൾ കണ്ട് ഒരുപാട് ചിരിച്ചിട്ടുണ്ട്. മനസ്സ് നിറഞ്ഞ് ഒരുപാട്. കാലചക്രം ഉരുണ്ടുകൊണ്ടിരുന്നു. ഒപ്പം അവളും വലുതായി. അപ്പൊ 2-3 ഫ്രണ്ടൊക്കെ ആയി. എന്നാലും തനിക്ക് ആ പഴയ സ്ഥാനം തന്നെയായിരുന്നു. പിന്നെ എപ്പോഴാണ് തൻ്റെ കണ്ണിൽ അവൾ പ്രണയിനിയായി മാറിയതെന്നറിയില്ല. എപ്പോഴോ എങ്ങനെയോ. ആ ചിരിക്കുന്ന നുണക്കുഴി കാണാൻ വല്ലാത്ത ചേലാണ്. എപ്പോഴും ചിരിപ്പിക്കും. ഒരു ദിവസം പോലും അവളില്ലാത്ത എനിക്ക് പറ്റില്ല. അവൾക്കും അങ്ങനെ തന്നെ. അവളുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഡോക്ടർ ആവുക എന്നത്. എങ്ങനെയാണാവോ ആ ആഗ്രഹം മനസ്സിൽ കൂടിയത്. ഏതായാലും അവളുടെ ആഗ്രഹം പോലെ അവളെ ഡോക്ടർ ആവാൻ പഠിക്കാൻ ബാംഗ്ലൂരിലേക്ക് വിടാൻ തീരുമാനിച്ചു. പക്ഷെ ആദ്യം ഉണ്ടായ ഉന്മേഷമൊന്നും പിന്നെ ഇല്ലായിരുന്നു. കാരണം ഇവിടുന്ന് വിട്ടു നിൽക്കേണ്ടി വരുമല്ലോ. ഒരുപക്ഷെ അവളേക്കാൾ കൂടുതൽ ഞാനായിരിക്കും അതോർത്ത് സങ്കടപ്പെട്ടിരുന്നത്. പോവാൻ തുടങ്ങിയ ദിവസമായപ്പോൾ മുതൽ എല്ലാവരുടെയും മുഖത്ത് സങ്കടം നിഴലിച്ചിരുന്നു.
എല്ലാവരും എന്ന് പറഞ്ഞാൽ ഞാനും സാഗർ മാമയും. എന്റെ മാമ ഏറ്റെടുത്ത മുതൽ അവർക്ക് മാമയോട് വലിയ താല്പര്യമൊന്നുമില്ല. മിണ്ടാട്ടില്ലായൊന്നുമില്ല. അധികം വരവും പോക്കൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല. പോകുന്ന പിറ്റേ ദിവസമാണ് താൻ അവളുടെ റൂമിലേക്ക് പോയത്. അന്ന് അവൾ അടുത്തേക്ക് കണ്ടില്ല. അതുകൊണ്ടാണ് പോയത്. നോക്കിയപ്പോൾ അവിടെ ഇരുന്ന് കരയുന്നു. എന്താ കരയുന്നെന്ന് വെപ്രാൾപ്പെട്ട് ചോദിച്ചപ്പോൾ പറഞ്ഞു, എനിക്ക് പോകണ്ട അപ്പേട്ട, നിങ്ങളൊന്നും പിരിഞ്ഞിക്കാൻ കഴിയില്ല എന്ന് തേങ്ങി പറഞ്ഞപ്പോൾ തന്റെ നെഞ്ചും വിങ്ങിയിരുന്നു. പക്ഷേ അവളുടെ ആഗ്രഹം തന്നെയല്ലേ ഇത്. അതിന് താൻ സ്ട്രോങ് ആയി പറ്റിയെന്ന് കരുതി താൻ അവളോട് പൊട്ടിത്തെറിച്ചു. ഇതിനാണ് കാശ് മുഴുവൻ ചെലവാക്കിയത്, നാളെ തന്നെ പൊക്കോണം എന്നലറിയതും അവൾ കരഞ്ഞുപോയിരുന്നു. അതിലേറെ ഉള്ളിൽ സങ്കടം തനിക്കുണ്ടെങ്കിലും പ്രകടിപ്പിച്ചില്ല. അന്ന് ഉറങ്ങിയതേയില്ല. ഉറക്കം വരില്ലെന്ന് തോന്നിയതും വീണ്ടും അവൾ അടുത്തേക്ക് തന്നെ ചെന്ന് ചേർത്ത് പിടിച്ചു. അപ്പോൾ അവൾ ആ കൈ തട്ടി മാറ്റി. ഞാൻ പൊക്കോളാമെന്ന് പറഞ്ഞ് മുഖം വീർപ്പിച്ച് തിരിഞ്ഞിരുന്നു. അത് കാണെ അവൻ ചിരിച്ചുകൊണ്ട് ചേർത്ത് പിടിച്ചു. അന്നത്തെ സംഭവം അവൻ്റെ മുമ്പിൽ തെളിഞ്ഞു വന്നു. എന്റെ കുഞ്ഞി, നിന്റെ ആഗ്രഹം തന്നെയല്ലേ പോണെന്നുള്ളത്? എന്നാലേ ഡോക്ടർ കുട്ടി ആവാൻ പറ്റൂ. പോയി വാ, വേഗം വാ, എല്ലാം മാറും. അപ്പീട്ടൻ കുഞ്ഞി വരുവനെ കാത്തിരിക്കുക കേട്ടോ. അവളെ ആശ്വസിപ്പിച്ച് പറയുമ്പോഴും തേങ്ങൽ മാറിയിട്ടില്ലായിരുന്നു. എന്നാൽ ഞാനിന്ന് അപ്പീട്ടൻ്റെ കൂടെ കിടന്നോട്ടെ? സങ്കടത്തോടെ അവൾ ചോദിച്ചതും അവൻ തലയാട്ടി. അതിനൊന്ന്, എന്റെ കുഞ്ഞിക്ക് എൻ്റെ കൂടെ കിടക്കാലോ. അവൻ അവളെ ചേർത്ത് പിടിച്ചു. വാത്സല്യത്തോടെ ആ കവിളിൽ മുത്തി. അവളും കുറുമ്പോടെ അവന്റെ കവിളിൽ മുത്തി. അവൾ ചിരിച്ചുകൊണ്ട് അവനോട് ചേർന്ന് കിടന്നു. അവൾ ഉറങ്ങിയെന്ന് മനസ്സിലായതും അവൻ എണീറ്റു. അപ്പോഴാണ് അവളുടെ ഫോൺ അടിച്ച്. താൻ ശബ്ദമുണ്ടാക്കാതെ അത് എടുത്തു. താൻ എന്തെങ്കിലും പറയുന്നതിന് മുമ്പേ അവിടുന്ന് ഇങ്ങോട്ട് പറഞ്ഞിരുന്നു, ഹലോ കൃഷ്ണ, നാളെ നീ പോകുന്നവനെങ്കിൽ നിനക്ക് നിന്റെ അപ്പനോട് ആ കാര്യം എന്ന് പറഞ്ഞൂടെ? അത് കേട്ട് താൻ ഞെട്ടി. ഏത് കാര്യം മനസ്സിൽ ചിന്തിച്ച് മിണ്ടാ നിന്നു. ഹലോടി, മിണ്ടാതൊക്കെ വേഗം പോയി പറഞ്ഞേക്ക്, നിനക്ക് അപ്പേടിനെ ഇഷ്ടമാണെന്ന്. അത് കേട്ടത് അപ്പു ഞെട്ടിത്തെരിച്ച് തറഞ്ഞു നിന്ന് പോയി. ഫോൺ വേഗം കട്ടാക്കി. പിന്നെ വിളിച്ചെങ്കിലും ഓഫാക്കി. ശ്വാസം വിടാൻ പോലും മറന്ന് നിന്നുപോയി. അപ്പോഴും അവനാകെ ഒരു മരവിപ്പിലായിരുന്നു. എന്തായെന്നറിയാത്തൊരവസ്ഥ. സന്തോഷിക്കണോ സങ്കടപ്പെടണോ എന്നറിയാതെ അവൻ തലക്ക് കൈ കൊടുത്തിരുന്നു പോയി. അവൾക്ക് തന്നെ ഇഷ്ടമായിരിക്കുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. തനിക്കും ഇഷ്ടമാണ്. എങ്ങനെയുള്ള ഇഷ്ടമാണെന്ന് ചോദിച്ചാൽ അറിയില്ല. ഒന്നറിയാം, അവളില്ലാതെ ഈ ഹൃദയം മിടിക്കില്ലെന്ന്. അതിനർത്ഥം തനിക്ക് അവൾ ഇഷ്ടമാണെന്നാണോ? തന്നിലെല്ലാ സ്വാതന്ത്ര്യം അവൾക്കും അവളിൽ തനിക്കും ഇല്ലായിരുന്നു. തനിക്ക് ഇഷ്ടമല്ലേ? അതിൽ അവളെ കാണാതിരിക്കാൻ പറ്റാഞ്ഞത്. മറ്റാരോടും അടുക്കുന്ന ഇഷ്ടമില്ലാത്തത്. പക്ഷെ അർഹതയുണ്ടോ? അമ്മാവൻ എതിരി നിൽക്കുമ്പോൾ? ഇല്ല, ഇതുവരെ ഒന്നും എതിരി നിൽക്കാത്ത അമ്മാവൻ ഇതിനും എതിരി നിൽക്കില്ല, ഉറപ്പുണ്ട്. ഇനി പ്രണയിക്കണം. അവളോട് അവൾ ഡോക്ടറായിട്ട് പറയാം. അതുവരെ കാത്തിരിക്കാം. താൻ ഇഷ്ടം പറഞ്ഞ പെണ്ണ് പോവില്ല. പറയാതെ പ്രണയിക്കാൻ കാത്തിരിപ്പിനൊരു സുഖമില്ലേ? അവൻ ചിരിച്ചു. അവൻ അവളെ നോക്കിയിരുന്നു. എന്നിട്ട് ആ കവിളിലൊന്നും മുത്തിക്കൊണ്ട് അടുത്ത് കിടന്നു. അടുത്ത ദിവസം നേരം വെളുത്തു. അവൾ എണീറ്റു. പോവാൻ സങ്കടമുണ്ടെങ്കിലും ഉള്ളിലൊതുക്കി അവനോട് മനസ്സുകൊണ്ട് യാത്ര പറഞ്ഞുകൊണ്ട് സാഗറിന്റെ വണ്ടിയിൽ കയറിപ്പോയി. അന്ന് എണീറ്റ് വന്നപ്പോഴേക്ക് അവൾ പോയിരുന്നു. പോയത് മുതൽ വല്ലാത്ത ഒറ്റപ്പെടലായിരുന്നു. കൃഷിപ്പണി കഴിഞ്ഞ് വരുമ്പോൾ എന്നും കേൾക്കാറുള്ള അവളുടെ കുസൃതികളെ കേൾക്കാനില്ലായിരുന്നു. വല്ലാത്ത സങ്കടം തോന്നി. ആ മുഖം, സ്വരം, ഒന്നുമില്ല. അപ്പോഴാണ് ഫോൺ അടിച്ച്. നോക്കിയപ്പോൾ കുഞ്ഞിയാണ്. ഹലോ കുഞ്ഞി. സന്തോഷം കൊണ്ട് അവന് വാക്കുകൾ കിട്ടിയില്ല. അപ്പേട്ടാ, നീ അവിടെ എത്തിയോ? സേഫ് അല്ലേ? സുഖല്ലേ? ഒന്ന് നിർത്തി ചോദിക്കേണ്ട അപ്പേട്ടാ. എനിക്കൊന്നുമില്ല. ആകെയുള്ള സങ്കടം നിങ്ങളെ കാണാൻ പറ്റില്ലെന്നാ. സ്വരത്തിൽ നിന്ന് മനസ്സിലായിരുന്നു ആ സങ്കടം. സാറില്ല, അപ്പേട്ടിന്റെ കുഞ്ഞി പഠിച്ചു വലിയ ഡോക്ടറാവണം. അവൾ ചിരിയോടെ മൂളി. പിന്നെ വർത്തമാനം പറഞ്ഞിരുന്നു. ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കടന്നുപോയി. അതിനിടയിൽ എന്നും വിളിയെല്ലാം ഉണ്ടായിരുന്നു. പറയാതെ പ്രണയിച്ചു പരസ്പരം. തനിക്കറിയാമെന്നത് അവൾക്കറിയില്ല. ആരാദ്യം പറയുന്ന പോലെയായിരുന്നു തന്റെ പ്രണയം. അവൾ പറയട്ടെ എന്നൊരു ചെറിയ വാശിയുണ്ടായിരുന്നു. അങ്ങനെ പഠിപ്പ് കഴിഞ്ഞ് അവൾ അവളുടെ സ്വപ്നം പൂർത്തിയാക്കി വന്നു. വർഷങ്ങളുടെ പരിശ്രമത്തിൽ എൻട്രൻസ് എഴുതി ജയിച്ചു. അവൾ കരുതിയത് അച്ഛൻ കടം വാങ്ങിയതാണെന്നാണ്. പക്ഷേ താൻ രാവും പകലും കഷ്ടപ്പെട്ട് എന്ത് ജോലിയും ചെയ്യാവുന്നെല്ലാം ചെയ്തു. എന്നാൽ അവളുടെ ഫീസിന് അത് പോരായിരുന്നു. അങ്ങനെ ഇരിക്കെ എന്ത് ചെയ്യുന്നറിയാതിരുന്നു. അപ്പോഴാണ് ഒരു കൂട്ടുകാരൻ കടം തരാമെന്ന് പറഞ്ഞ് പയ്യെ വീട്ടിയാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ജോലിയിൽ നിന്നെല്ലാം കടം തീർക്കും. എന്നാൽ അവളൊരു ഡോക്ടറായല്ലോ. അവളൊരിക്കലും താൻ ത്യാഗം സഹിച്ചാണ് ഫീസ് അടക്കുന്നതെന്ന് അറിയരുത്. അവളുടെ സ്വപ്നം പൂർത്തിയായല്ലോ, അത് മതി. അവളെ ആ വേഷത്തിൽ കണ്ട് വല്ലാത്തൊരു സന്തോഷം തോന്നി. ഇവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തു. വന്നപ്പോഴും മാറ്റമൊന്നുമില്ലായിരുന്നു. അല്പം കൂടെ വലുതായി എന്നല്ലാതെ അവളുടെ സ്വഭാവം, വസ്ത്രധാരണം ഒന്നൊരു വ്യത്യാസവും ഇല്ലായിരുന്നു. ഇപ്പോഴും പഴയ കുറുമ്പി തന്നെയാണ്. തൻ്റെ കൂടെ തന്നെ വന്നപ്പോൾ മുതൽ ഡ്യൂട്ടി അല്ലാത്തപ്പോൾ തൻ്റെ കൂടെ കൃഷിയിലും കൂടും. ഞങ്ങൾ പറയാതെ പ്രണയിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസമാണ് ആ സംഭവം ഉണ്ടായത്. പതിവ് പോലെ കൃഷിപ്പണിയും മറ്റും കഴിഞ്ഞ് വീട്ടിലേക്ക് കയറാൻ നിൽക്കുമ്പോഴാണ് സാഗരനെ വിളിച്ചത്. മോനെ. എന്താ മാവ? മോനെ, നമ്മുടെ കുഞ്ഞിക്ക് നല്ലൊരു ആലോചന വന്നിട്ടുണ്ട്. അവൾക്ക് ഇപ്പോൾ 27 വയസ്സായില്ലേ. ആള് കമ്പനിയിലാണ്. കുഞ്ഞിയുടെ ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടറുടെ മോനാണ്. പേരെന്തായിരുന്നു? ശബരി. മോളോട് മോനെ നീ കാര്യം സൂചിപ്പിച്ചേക്ക്, എന്നിട്ട് ഞാൻ പറഞ്ഞോളാം.
അപ്പുവിന്റെ നെഞ്ചു കീറി മുറിക്കുന്ന വാക്കുകളായിരുന്നു അവ. അമ്മാവനോട് എതിർക്കണമെന്നുണ്ട്, പക്ഷേ നാവ് പൊങ്ങുന്നില്ല. ധൈര്യം ചോർന്നു പോകും പോലെ. താൻ വിളിക്കാൻ നിന്നപ്പോഴേക്കും അമ്മാവൻ പോയി. പിന്നെ തിരിച്ചു വിളിക്കാൻ ചെന്നില്ല. അതിനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. ഏതായാലും അവളോട് പറയാം, പക്ഷെ അവൾക്കും തന്നെയല്ലേ ഇഷ്ടം. അമ്മാവനെ എതിർക്കാൻ എനിക്ക് കഴിയില്ല. അവൾ പറയട്ടെ അച്ഛനോട് തന്നെ ഇഷ്ടമാണെന്ന്. താൻ പറയാതെ അവനെ എന്ത് ചെയ്യുന്നറിയാതെ കുഴങ്ങി. പിന്നെ താൻ അവിടെ ഒരു ഫ്രണ്ടിനെ കണ്ട് ഈ കാര്യം പറഞ്ഞോളാൻ പറഞ്ഞു. അന്ന് വൈകുന്നേരം അവൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന ശേഷം അവൾ വന്നു. തനിക്ക് നേരെ അലറുകയായിരുന്നു. അപ്പേട്ടാ എന്താ ഞെട്ടിയാണെന്ന് ചോദിച്ചു. അപ്പേട്ടൻ എന്താ എന്റെ ഫ്രണ്ടിനോട് പറഞ്ഞു എനിക്ക് കല്യാണോ, എനിക്കൊന്ന് കാണണം. ഞാൻ പറഞ്ഞിരുന്നോ എനിക്ക് കല്യാണം വേണമെന്ന്? അത് പിന്നെ മാമൻ പറഞ്ഞു നല്ല ചെറുക്കനാണെന്ന്. നിനക്ക് നന്നായിട്ട് ചേരും കുഞ്ഞി, അതിനെന്താ പ്രശ്നം? അവൾ അങ്ങനെയെങ്കിലും തന്റെ ഇഷ്ടം പറയട്ടെ എന്ന് കരുതിയാണ് അങ്ങനെ പറഞ്ഞ്. എനിക്ക് ചേരെങ്കിൽ നടന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പേട്ട അച്ഛനോട് പറഞ്ഞേക്ക് എനിക്ക് സമ്മതാണെന്ന്. അവൾ പറഞ്ഞ് അവൻ ഞെട്ടിപ്പോയി. അവളിൽ നിന്ന് അങ്ങനെ ഒരു പ്രതികരണം താൻ പ്രതീക്ഷിച്ചതല്ല. തന്നോട് അപ്പോഴെങ്കിലും അവൾ ഇഷ്ടം പറയുമെന്ന് താൻ കരുതി. എങ്കിലും അത് തെറ്റി. അവന്റെ ഉള്ളിലെ പ്രണയക്കൊട്ടാരം തകർന്നടിയെന്ന് അവൻ അറിയുന്നുണ്ടായിരുന്നു. പക്ഷെ അവളുടെ ഹൃദയം അതിലേറെ അലമുറയിടുന്നുണ്ടായിരുന്നു. പിന്നെയെല്ലാം പെട്ടെന്നായിരുന്നു. അവൾ സമ്മതം അറിയിച്ചവും ഒരു കൂട്ടർ പെണ്ണ് കാണാൻ വന്നിരുന്ന അവളപ്പോൾ ആർക്കോ എന്ന പോലെ നിന്നു കൊടുക്കുന്നുണ്ടായിരുന്നു. അവന് വയസ്സ് 28. എന്നെക്കാൾ ചേരുക അവൾക്ക്. അല്ലെങ്കിലും ഡോക്ടറായ അവൾക്ക് അവൻ തന്നെയല്ലേ ചേരുക. വയസ്സും അവർ തമ്മിൽ ഒരു വയസ്സ് വ്യത്യാസം മാത്രമേ ഉള്ളൂ. അവൾക്ക് 27 നല്ല ജോലിയാണ്. എന്നാൽ അവൾ എന്താവും അങ്ങനെ പറഞ്ഞ് ആലോചിച്ച് അവനൊരു എത്തുമിടിയും കിട്ടുന്നില്ല. നിറയുന്ന കണ്ണുകൾ ആരും കാണാതെ അവൻ തുടച്ചു മാറ്റി. അവർക്ക് ഇഷ്ടമായി എന്ന് പറഞ്ഞതും എൻഗേജ്മെന്റും കുറച്ചു ദിവസത്തിന് ശേഷം കല്യാണവും കുറിച്ചു. അതിനിടയിൽ ശബരിയുടെ നമ്പർ കുഞ്ഞിക്ക് കൊടുത്തുവെങ്കിലും അവളത് വാങ്ങിയില്ല. താനൊന്നും പറഞ്ഞില്ല. അതിനുശേഷം അവളോട് മിണ്ടിയിട്ടേ ഇല്ല. അവൾ ഇങ്ങോട്ടും. ഹൃദയം വിങ്ങിപ്പൊട്ടി. ഇത്ര നാളത്തെ കാത്തിരിപ്പ് വെറുതെ ആയോ? തനിക്ക് വയസ്സ് 30 തന്നെ പറഞ്ഞതാ അമ്മാവൻ പെണ്ണ് കെട്ടണമെന്ന്. ഒരുപാട് കൊണ്ടുവന്നെങ്കിൽ ഓരോ മുടന്നെന്ന് ഞാൻ പറഞ്ഞ് മുടക്കും. മാത്രമല്ല ഈ കൃഷിക്കാരനൊക്കെ ആര് പെണ്ണ് തരാനാ? അതൊന്നും ശരിയാവില്ല. കുഞ്ഞു വരട്ടെ എന്നായിരിക്കും ഞാൻ പറയാം. ആദ്യം അമ്മാവൻ പിണങ്ങിയെങ്കിലും പിന്നെ നിന്റെ ഇഷ്ടം പോലെ ആവട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ അവൾ എത്തിയപ്പോൾ ഇത്ര പെട്ടെന്ന് കല്യാണമെന്നൊന്നും കരുതിയില്ല താൻ. അവൾക്ക് പറയാമായിരുന്നു എന്നെ ഇഷ്ടമാണെന്ന്. പക്ഷേ അവൾ ഇപ്പം ഇങ്ങനെ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? നിറഞ്ഞ കണ്ണുകൾ അവൻ തുടച്ചു. പിന്നെയെല്ലാം ചത്ത ദിവസങ്ങളായിരുന്നു തനിക്ക്. എൻഗേജ്മെന്റിന് അന്ന് അതീവ സുന്ദരിയായി ഒരുങ്ങി വന്നവളെ കണ്ട് ഉള്ള പ്രതീക്ഷയും പോയി. മുഖത്ത് സന്തോഷം മാത്രം. അവൾ അഭിനയിക്കുകയാണ്. അല്ല, അവൾക്ക് അതിന്റെ കാര്യം എന്താ? അന്ന് സന്തോഷത്തോടെ ശബരിയുമായി വർത്തമാനം പറഞ്ഞിരിക്കുന്ന അവളെ കണ്ട് കണ്ണു നിറഞ്ഞു. അവൻ പിന്നെ അവിടെ നിൽക്കാതെ ബാൽക്കണിയിലേക്ക് പോയി. അവിടെ എത്തി ആകാശം നോക്കി നിൽക്കുമ്പോഴാണ് കയ്യിൽ ആരോ ഒന്ന് ചുറ്റിപ്പിടിച്ചത്. അപ്പേട്ടാ സന്തോഷത്തോടെയുള്ള സ്വരം കേട്ടവൻ ഞെട്ടി. കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞ് എന്റെ കല്യാണം, നമുക്ക് അടിച്ചു പൊളിക്കണം കേട്ടോ. തെല്ലും സങ്കടമില്ലാതെ പറഞ്ഞപ്പോൾ ഇത്ര ദിവസം സങ്കടപ്പെട്ട് മിണ്ടാ നിന്ന് ഇവളാണോ എന്നൊരു നിമിഷം തോന്നിപ്പോയി. അവളെന്നെ മറന്നു കാണും. ഇഷ്ടമാണെങ്കിൽ പറയേണ്ടതാണല്ലോ. അർഹതയില്ലാത്ത എന്തിനാ ആഗ്രഹിച്ച്. നിർത്താതെ കണ്ണുകൾ പെയ്തുകൊണ്ടിരുന്നു. പിന്നെ അവൾ തന്നോട് മിണ്ടുമെങ്കിലും അത് പഴയ പോലെ സുന്ദരമായി തനിക്ക് തോന്നിയില്ല. ഒരുപക്ഷെ തന്നിൽ നിന്ന് അകന്നുകൊണ്ടാവും. ദിവസങ്ങളെല്ലാം പിന്നെ ഒരുപോലെയായിരുന്നു. പഴയ പോലെ കളിയില്ല, ചിരിയില്ല, ഒന്നുമില്ല. ഇത് കണ്ട് അമ്മാവൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ കുഞ്ഞി പോവില്ലേ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി. അങ്ങനെ ആ ദിവസം വന്നെത്തി. നാളെയാണ് ആ ദിവസം. തന്റെ പ്രണയം മറ്റൊരാൾക്ക് സ്വന്തമാവുന്ന ദിനം. അന്ന് രാവിലെ മുതൽ ആർക്കോ വേണ്ടി എന്ന പോലെ ഓടി നടന്നു. രാത്രിക്കുള്ള കാര്യങ്ങൾക്ക് വേണ്ടി. രാത്രി അവൾ കൂട്ടുകാരികളുടെ കൂടെ കളി പറഞ്ഞിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവൾ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അവളെ കൂട്ടുകാരി പറഞ്ഞല്ലേ. അന്നത്തെ ബുദ്ധിയിൽ തോന്നിയതാവും. ഇപ്പൊ വേണ്ടാന്ന് തോന്നിയാവോ? പെയ്യുന്ന കണ്ണുകൾ തടഞ്ഞു നിർത്താൻ അവൻ പാടുപെട്ടു. അങ്ങനെ രാത്രിയായി. എല്ലാവരും വന്നു പോയിക്കൊണ്ടിരുന്നു. അവൾ സന്തോഷത്തിലാണ്. താനെന്തിനാ സങ്കടപ്പെടുന്നതെന്ന് കരുതി സങ്കടം മാറ്റാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. അവളെ സന്തോഷം കണ്ട് സങ്കടം വരികയാണ്. വേഗം റൂമിലെത്തിയാൽ മതിയായിരുന്നു. പിന്നെയെല്ലാം കെട്ടടങ്ങി. വന്നവരെല്ലാം ഓരോരോ റൂം എടുത്തു. താൻ വേഗം അവിടുന്ന് റൂമിലേക്ക് പോയി. റൂമിന്റെ വാതിൽ അടക്കും മുന്നേ വേറെ ആരും അങ്ങോട്ട് കയറിയിരുന്നു. തന്റെ മുമ്പിൽ നിൽക്കുന്ന കുഞ്ഞിയെ കണ്ടവൻ ഞെട്ടി. എന്താ? മറുപടി അവൾ അവരെ നോക്കിയൊരു പൊട്ടിക്കരച്ചിലായിരുന്നു. എന്തിനാ അപ്പേട്ട നിങ്ങൾ എന്നെ ഇങ്ങനെ സങ്കടപ്പെടുത്തി? എനിക്ക് കല്യാണം വേണ്ട, എനിക്ക് വേണ്ട അപ്പേട്ട. അവൾ കരഞ്ഞു പറഞ്ഞതും ഞെട്ടിപ്പോയി. അപ്പൊ ഇതെല്ലാം അവളുടെ അഭിനയമായിരുന്നു. അവൾ മുന്നോട്ട് വന്ന് അവന്റെ കയ്യിൽ പിടിച്ചു. അപ്പേട്ടനെ എന്നെ ഇഷ്ടമല്ലേ? അതുകൊണ്ടല്ലേ എനിക്ക് അപ്പേട്ടനെ ഇഷ്ടമാണെന്ന് അറിഞ്ഞിട്ടും ഒന്നും മിണ്ടാ നിന്ന്. നീ ഇങ്ങനെ? അവൻ ഞെട്ടിക്കൊണ്ട് ചോദിച്ചു. എനിക്കറിയാം എനിക്ക് അപ്പേട്ടനെ ഇഷ്ടമാണെന്നുള്ള കാര്യം ഏട്ടനറിയാന്ന്. കാരണം ഞാൻ പോകുന്നത് എൻ്റെ ഫ്രണ്ട് വിളിച്ചിരുന്നല്ലോ, അതവൾ പറഞ്ഞിരുന്നു. അപ്പൊ അപ്പേട്ടനെ ആ ഫോണെടുത്ത് എനിക്കറിയായിരുന്നു. അപ്പൊ ഞാൻ അതിൻ്റെ പേരിൽ അവളൊന്ന് ഉള്ളിയും കുത്തുകയും ചെയ്തെങ്കിലും തൻ്റെ പ്രണയം അങ്ങനെയെങ്കിലും അപ്പേട്ട് അറിഞ്ഞല്ലോ എന്നോട് സന്തോഷിച്ചു. ഏട്ടനിത് അറിഞ്ഞിട്ട് എന്നോട് പഴയ പോലെ സംസാരിക്കുന്നത് കണ്ടിട്ട് അത്ഭുതമായിരുന്നു. അപ്പൊ ഞാനും കരുതി എന്നെ ഇഷ്ടമാവുന്നു, അതുകൊണ്ടാവത് പറയാതെ എന്നെ പ്രണയിക്കുവാന്ന്. പക്ഷെ ഇവിടെത്തി ദിവസങ്ങൾ കഴിഞ്ഞില്ല. അപ്പോഴേക്കും നിങ്ങൾ എന്റെ കല്യാണം തീരുമാനിച്ചു കഴിഞ്ഞു. അവൾ തേങ്ങി കരയുകയായിരുന്നു. ഏട്ടൻ എന്നെ ഇഷ്ടമല്ലേ എന്നൊരു നിമിഷം തോന്നിപ്പോയി.
ഇഷ്ടമായിരുന്നെങ്കിൽ സ്വന്തം പെണ്ണിനായാലും മറ്റാർക്കും വിട്ടുകൊടുക്കും. അതുകൊണ്ട് ഞാനും പറഞ്ഞു എനിക്ക് സമ്മതമാണെന്ന്. പിന്നെയുള്ള ഏട്ടൻ്റെ അവഗണന അത് സഹിക്കാവുന്നതിൽ അപ്പുറമായിരുന്നു. എന്തിനാ അപ്പയുടെ ഈ പാമ്പണിനെ കൊതിപ്പിച്ച്. കൈകൊണ്ട് കണ്ണുനീർ തുടച്ചു മാറ്റുമ്പോൾ അവന്റെ കണ്ണ് നിറഞ്ഞു പോയിരുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി ഏട്ടൻ്റെ ഒരു ഫ്രണ്ട്, അനിയത്തി, അതിലപ്പുറം ഒന്നുമില്ലാന്ന്. അതാണ് പ്രണയം അറിഞ്ഞിട്ട് കാണാത്ത പോലെ നടിച്ച് അല്ലേ? അവളുടെ വാക്കുകളിൽ അവൻ കുടുങ്ങിപ്പോയി. പിന്നെ അച്ഛൻ ചോദിച്ചില്ലേ എന്നാ സങ്കടപ്പെടുന്നതെന്ന്. അപ്പൊ ഞാൻ പോകുന്നോണ്ടാണെന്ന്. അതിനർത്ഥം എന്നോട് പ്രണയം ഇല്ലെന്നല്ലേ? അത് മനസ്സിലായപ്പോ ഞാൻ അകന്നു തുടങ്ങി. അപ്പേട്ട ഈ സ്നേഹം, പ്രണയം ഇതൊന്നും ഭിക്ഷയല്ല, ചോദിച്ചു വാങ്ങേണ്ടതല്ല. അതും മനസ്സിൽ നിന്നുണ്ടാവേണ്ടതാ. ഞാൻ ശ്രമിച്ചു മറക്കാൻ. ഞാൻ അഭിനയിച്ച് നിങ്ങളുടെ മുമ്പിൽ നല്ല നടിയായി. പക്ഷെ നാളെ ഞാൻ എൻ്റെ അപ്പേട്ടിന് പകരം മറ്റൊരാൾക്ക് സ്വന്തമാകുന്ന സഹിക്കാൻ പറ്റുന്നില്ല. എനിക്ക് കഴിയില്ല അപ്പേട്ട. എനിക്ക് ശബരിയെ സ്വീകരിക്കാൻ കഴിയില്ല. അവനെ എന്നല്ല ആരെയും. ഏട്ടനെ ഇപ്പം ഇഷ്ടമല്ലേ? ആ കുറച്ച് കഴിഞ്ഞ് ഞാൻ മാറിക്കോളും. ഏട്ടാ അച്ഛനോടൊന്നും പറ, എന്നെ ഇഷ്ടമൊന്നും പറ. അവൾ കരഞ്ഞുകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ചു. എന്നാൽ അവൾ പറഞ്ഞ കേട്ട് താൻ ഞെട്ടിപ്പോയി. അപ്പൊ ഇതെല്ലാം അഭിനയമായിരുന്നു. തനിക്ക് ഇഷ്ടമില്ലെന്ന് കരുതിയാണോ ഇവൾ അടുത്തേക്ക് വന്നിട്ടും തന്റെ പ്രണയത്തെ പുറംകാല് കൊണ്ട് തൊഴിച്ചെറിഞ്ഞല്ലോ താൻ. ഉള്ളിൽ വിങ്ങിപ്പൊട്ടി. പക്ഷെ ഇപ്പൊ ഈ നിമിഷം കൊണ്ട് തനിക്ക് എന്താണ് ചെയ്യാനാവുക? അമ്മാവൻ തന്നെ വെറുക്കില്ലേ? അതുമാത്രമല്ല, ഒരു കൃഷിക്കാരനൊരു ഡോക്ടർ പെണ്ണിനെ കെട്ടുന്ന ആർക്കെങ്കിലും ഇഷ്ടാവോ? കുഞ്ഞി, നീ കുറച്ചു മുമ്പെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് നിനക്ക് എന്നെയും നഷ്ടാവില്ലായിരുന്നു. ഇവിടെ നമ്മൾ തോറ്റ നമ്മുടെ വാശി കാരണം. ആരാദ്യം പറയുന്നുള്ള വാശി അല്ലെങ്കിൽ മനസ്സിലാക്കാതെ പോയി. ഞാൻ നിന്നെയാണോ അത് നീ എന്നെയോ? കണ്ണീരോട് അവൻ മനസ്സിലോർത്തു. അല്ലെ വേണ്ട അപ്പേട്ട, നമുക്ക് ഒളിച്ചോടാം. അതാവുമ്പോൾ എനിക്ക് എൻ്റെ അപ്പേട്ടനെ കിട്ടുമല്ലോ. അത് മാത്രമല്ല, ഈ നിമിഷം വരെ ഞാൻ കരുതിയത് ഏട്ടനെന്നെ ഇഷ്ടമല്ലെന്നാ. പക്ഷെ ഈ സങ്കടം അതിനുള്ള പ്രണയമല്ലേ? ഇതൊരു ഏട്ടൻ്റെ സ്ഥാനത്ത് നിന്നാണ്. പറ, എനിക്കിപ്പോൾ മനസ്സിലായി. അത് പറഞ്ഞപ്പോഴാണ് താൻ അവൾക്ക് നേരെ കയർത്ത്. പിന്നെയുള്ള സംഭവമാണ് ഇവിടെ നടന്നത്. പാവത്തിന് നല്ലൊരു ജീവിതം കൊടുക്കണേ. പക്ഷെ ഞാനിങ്ങനെ ജീവിക്കും എൻ്റെ കുഞ്ഞില്ലാതെ. കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് തന്റെ റൂമിലേക്ക് പോയി. നിഷ്കളങ്കമായി ഉറങ്ങുന്ന കുഞ്ഞിയെ നോക്കി കണ്ണീർ തുടച്ചുകൊണ്ട് അവളുടെ മുഖത്ത് മൃദുവായി ഒന്ന് മുത്തി ഒപ്പം കിടന്നു. ഉറക്കമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നു. എന്നാൽ അവരുടെ വിധി മറ്റൊരാൾ മാറ്റി കുറിച്ചത് അവരറിഞ്ഞില്ല. അടുത്ത ദിവസം രാവിലെ മണ്ഡപത്തിൽ വെച്ചാണ് കല്യാണം. രാവിലെ തന്നെ കുഞ്ഞിയെ ഒരുക്കാൻ ബ്യൂട്ടീഷ്യൻ വന്നിരുന്നു. അവൾ എല്ലാത്തിനും പോലെ നിന്നുകൊടുത്തു. ഇടയ്ക്ക് അവളെ നോക്കി വന്ന അപ്പുവിനെ നോക്കി അവളൊന്ന് കഷ്ടപ്പെട്ട് പുഞ്ചിരിച്ചു. തെളിച്ചമില്ലാത്ത ചിരി. അവന് അതേ ചിരി തിരികെ നൽകാൻ ശ്രമിച്ചുവെങ്കിലും കഴിഞ്ഞില്ല. അവൻ മുഖം തിരിച്ചിറങ്ങിപ്പോയി. പിന്നെ എല്ലാവരും വരവും പോക്കെല്ലായി. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ചെറുക്കം വന്നു എന്ന് ആരോ വിളിച്ചു പറഞ്ഞു. കുഞ്ഞിയുടെ ഹൃദയം മിടിക്കാൻ തുടങ്ങി. കണ്ണുകൾ നിറഞ്ഞില്ല, മരവിച്ചു പോയിരുന്നു. അടുത്ത് ശബരി വന്നിരിക്കുന്ന അവൾ അറിഞ്ഞു. താലി ആർത്തിക്കോളൂ, പൂജാരി പറഞ്ഞു. ശബരി പുഞ്ചിരിയോടെ അവിടെ കഴുത്തിലേക്ക് താലി നീട്ടിയതും താലിയിട്ടാൻ വരട്ടെ. ഉറച്ച ശബ്ദം കേട്ട് എല്ലാവരും നോക്കിയപ്പോൾ അവിടെ അതാ സാഗർ ഒപ്പം അപ്പവും പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അത് കാണാൻ എല്ലാവരും ഞെട്ടി. എന്നാൽ ശബരി പുഞ്ചിരിച്ചാണ് നിൽപ്പ്. കല്യാണം ഇപ്പൊ ഈ നിമിഷത്തിൽ ഇവിടെ വെച്ച് നടക്കും. പക്ഷേ ചെറിയൊരു മാറ്റം, വരൻ ശബരിയല്ല. അത് കേട്ട് കൂടിയവർ സംഭറിയാതെ നിന്ന്. കുഞ്ഞിതൊന്നും അറിഞ്ഞില്ല. വരന് നിങ്ങളറിയും, നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട എന്റെ സ്വന്തം പെങ്ങടെ മോൻ, അല്ല എന്റെ മകൻ തന്നെ, ആർണവി എന്ന അപ്പു. എല്ലാവരും ഞെട്ടി, പ്രത്യേകിച്ച് കുഞ്ഞി. അത്ര നേരം കരഞ്ഞവളുടെ മുഖം പൂർണ്ണചന്ദ്രനെ പോലെ തിളങ്ങി. എല്ലാവരും അടക്കം പറയാൻ തുടങ്ങി. എനിക്കറിയാം ഈ വേദിയിൽ ഇത് പറയുമ്പോൾ നിങ്ങൾക്കാർക്കും കേൾക്കാൻ സുഖമില്ലാത്തൊരു വാർത്തയാണിതെന്ന്. പക്ഷേ എനിക്ക് എൻ്റെ കുട്ടികളുടെ അഭിപ്രായം മാനിച്ചേ പറ്റൂ. എൻ്റെ മോൾക്ക് ഇഷ്ടം ഇവിടെ ഇരിക്കുന്ന ശബരിയല്ല, ഈ നിൽക്കുന്ന അപ്പുവിനെയാണ്. അപ്പുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് സാഗർ പറഞ്ഞു. അപ്പൊ നിങ്ങൾ ചോദിക്കും, എന്താ നേരത്തെ ചോദിക്കാഞ്ഞെന്ന്? എൻ്റെ മക്കൾ പ്രണയിച്ച് പരസ്പരം പറയാതെയാണ്, പിന്നെ ചെറിയൊരു തെറ്റിദ്ധാരണയും. പക്ഷേ ദൈവം വിധിച്ച കൃഷ്ണ കാർണവിനെയാണ്. അതെ, ശബരിയും പറഞ്ഞു. ഇതെല്ലാം കേട്ട് ശബരിയുടെ വീട്ടുകാർ ചൊറിഞ്ഞു കയറി. അവർ ചാടി പറയാമെന്നും സാഗർ അവരെ തടഞ്ഞു. പേടിക്കണ്ട, നിങ്ങളുടെ മകന്റെ കല്യാണം ഈ വേദി തന്നെ നടക്കും. അത് കേട്ട് എല്ലാവരും പരസ്പരം നോക്കി. മോളെ മാനസി, സാഗർ വിളിച്ച ഒരു പെൺകുട്ടി അങ്ങോട്ട് കയറി വന്നു. ഇതാരാണെന്നറിയോ ഉദയ? സാഗർ അല്പം പുച്ഛത്തോടെ ചോദിച്ചു. ശബരിയുടെ അച്ഛന്റെ തല താഴ്ന്നു. അത്ര പെട്ടെന്നൊന്നും മറക്കില്ലെങ്കിലേ, നിങ്ങൾ ഇവളെ ചതിച്ചല്ലേ? ഇവൾ അനാഥയാണെന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് കെട്ടിക്കണമെന്ന് വെച്ച് നിങ്ങളൊരു തിരക്കഥയുണ്ടാക്കി. ഇവൾക്ക് അവിഹിതമുണ്ടെന്ന്, അതുമാത്രമല്ല ഗർഭിണിയാണെന്ന്. എന്നിട്ട് അതിന്റെ ഫേക്ക് പേപ്പർ. പിന്നെ അവളെ ഭീഷണിപ്പെടുത്തി അവളെ കൊണ്ട് പറയിപ്പിച്ചു അവൾ ഗർഭിണിയാണ്, മറക്കണമെന്ന്. പക്ഷേ എന്റെ മനസ്സിൽ എനിക്ക് വിശ്വാസമാണ്. ഞാൻ രണ്ട് പൊട്ടിച്ച് ചോദിച്ചു, ഇവളെല്ലാം എന്നോട് പറഞ്ഞു. ശബരി ദേഷ്യത്തോടെ പറഞ്ഞു. പിന്നെ ഞാൻ വീണ്ടും ഒരു കല്യാണത്തിന് സമ്മതിച്ച് ഏതോ ഒരു പൊട്ടബുദ്ധിയിൽ ഞാൻ ഇവളെക്കാളേറെ നിങ്ങൾ വിശ്വസിച്ചു പോയി. പിന്നെ ഒന്നുകൂടെ അന്വേഷിച്ച് ചോദിച്ചാൽ പറഞ്ഞു നിങ്ങളുടെ പ്ലാനാണെന്ന്. ഈ സ്വത്തും പണമെല്ലാം ഉണ്ടായിട്ടെന്താ കാര്യം? ഒരു കാര്യമില്ല. മരിക്കുമ്പോൾ ആരും എടുത്തുകൊണ്ട് പോവില്ല, ഒറ്റക്കായിരിക്കും. ഈ കാരണത്തിലല്ലേ നിങ്ങളിവിടെ
ശബരി പുച്ഛം നിറഞ്ഞ മുഖത്തോടെ പറഞ്ഞതും അച്ഛന് വല്ലാത്ത ജാളിതയും കുറ്റബോധവും തോന്നി. സോറി മോനെ, ഞങ്ങളോട് ക്ഷമിക്ക്. ഞങ്ങൾ എപ്പോഴോ തോന്നിയൊരു നിമിഷം ഞങ്ങൾക്ക് ഈ കല്യാണത്തിന് സമ്മത. ഇനി നിങ്ങൾ സമ്മതിച്ചില്ലെങ്കിലും ഞാൻ ഇവളെ തന്നെ കെട്ടും. ശബരി മുഖം കൂട്ടി. സംസാരിച്ച് സമയം കളയാതെ, മുഹൂർത്തം തെറ്റുന്നു, വേഗം ആവട്ടെ. പൂജാരി പൂജിച്ച താലി അപ്പുവിന്റെ കയ്യിലേക്ക് കൊടുത്തു. അപ്പു പുഞ്ചിരിയോടെ കുഞ്ഞിയെ നോക്കിക്കൊണ്ട് അവളുടെ കഴുത്തിലേക്ക് താലി അണിയിച്ചു. സീമനിരേഖ ചുവപ്പിച്ചു. അവൾക്കാകെ മരവിപ്പായി തോന്നി. സന്തോഷം കൊണ്ട് ഹൃദയം പൊട്ടിപ്പോകുമോ എന്ന് പോലും തോന്നിപ്പോയി അവൾക്ക്. അപ്പുവിന്റെ കുഞ്ഞിയെ, അവന്റെ സ്വരം കേട്ട് അവൾ മുഖമുയർത്തി കണ്ണു നിറച്ച് അവനെ നോക്കിക്കൊണ്ട് അവിടെ ചുറ്റും എല്ലാവരും ഉള്ളത് ഓർക്കാതെ അവനെ കെട്ടിപ്പിടിച്ച് വരിഞ്ഞ് മുറുക്കും വിധം. അവനൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അനങ്ങാതെ നിന്നുപോയി. ശബരി അവിടെ നിന്നുകൊണ്ട് തന്നെ മാനസിയുടെ കഴുത്തിൽ താലിയാർത്തി. എന്റെ മോളുടെ മനസ്സറിയാതെയാണ് ഞാൻ ശബരിയോട് കല്യാണത്തിന് ചോദിച്ചത്. പക്ഷെ അല്പം വൈകിയാണെങ്കിലും എനിക്ക് എന്റെ മോളെ സുരക്ഷിതമായ കൈകളിൽ തന്നെ ഏൽപ്പിക്കാൻ പറ്റിയല്ലോ. സാഗർ കണ്ണോടച്ചോ കുഞ്ഞാവനിൽ നിന്ന് വേർപെട്ട അച്ഛനെ പോയി കെട്ടിപ്പിടിച്ചു. അച്ഛാ, ആൾ തേങ്ങിക്കൊണ്ട് വിളിച്ചു. മോളെ. അയാൾ അവളെ ചേർത്ത് പിടിച്ചു. എൻ്റെ അച്ഛൻ്റെ ഭാഗ്യ. അപ്പൊ എൻ്റെ അപ്പുവേട്ടന്. സാഗർ പുഞ്ചിരിയോടെ അവളുടെ മുടിയിൽ തലോടി. മോനെ, ഞങ്ങളോടൊന്ന് ക്ഷമിച്ചൂടെ നിനക്ക്? മുഖം തിരിച്ചു നിൽക്കുന്ന ശബരിയെ നോക്കി ഉദയൻ കേണ് പറഞ്ഞു. ശബരി ഒന്ന് മൂളി. എന്നേലും പൂർണ്ണമായി ക്ഷമിക്കുമായിരിക്കും. പിന്നെ എല്ലാവരും സന്തോഷത്തോടെ ആർപ്പുവിളിയും മേളവുമെല്ലാമായി. പക്ഷെ അപ്പവും കുഞ്ഞിയും ഇതിനിടയിൽ കണ്ണുകൊണ്ട് പ്രണയിക്കുകയായിരുന്നു. രാത്രിയായപ്പോൾ എല്ലാവരും പോയി കഴിഞ്ഞിരുന്നു. കിടക്കാൻ നേരമായി. അപ്പോഴാണ് അപ്പുവിനെ സാഗർ വിളിച്ചത്. എന്താ മാവ? ഇതാരാ നോക്കിയേ? വിളി കേട്ട് അവൻ നോക്കിയതൊന്നും ഞെട്ടി. അവന്റെ അമ്മ വീട്ടുകാരും അച്ഛന്റെ വീട്ടുകാരും. മോനെ ഞങ്ങൾ വെറുതെ ഓരോന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തി, ഒറ്റപ്പെടുത്തി. ഞങ്ങളുടെ അറിവില്ലായ്മയാ, ക്ഷമിക്കില്ലേ മോൻ? ഇതെല്ലാം കേട്ട് അപ്പു സംഭവറിയാതെ കിളിപോയി നിൽക്കുവാണ്. എന്താണെന്നറിയോ മോനെ, ഈ നല്ല ബുദ്ധി തോന്നി എന്നാണെന്നറിയോ? നിന്റെ മുത്തച്ഛൻ, അതായത് എൻ്റെ അച്ഛന് വയ്യാതായപ്പോ നെഞ്ചുവേദന വന്ന് ഹോസ്പിറ്റലായി. അപ്പൊ പണം തികയാതെ വന്നപ്പോ നിങ്ങളറിയാതെ മറ്റൊരാളുടെ കയ്യിൽ പണം ഏൽപ്പിച്ചത് നീയാണെന്ന് അറിഞ്ഞു. അതാ ഈ കുറ്റബോധം, അല്ലേ അച്ഛാ? സാഗർ അയാളെ നോക്കിയത് അയാൾ തലകുനിച്ചു. സാറിലെ മുത്തച്ഛ, അതെല്ലാം കഴിഞ്ഞാറില്ലേ, അത് വിട്ടേക്ക്. എന്നെ നിങ്ങൾ സ്വീകരിക്കുമോ? പിന്നെ എൻ്റെ ജീവൻ ഇങ്ങനെ നിൽക്കാൻ കാരണം നീയാ മോനെ. അരവിന്ദൻ കണ്ണീരോടെ പറഞ്ഞു. നിങ്ങൾ അങ്ങോട്ട് പോരെ. ഇല്ല മുത്തച്ഛ, പിണക്കായിട്ടല്ല. എനിക്ക് ഈ ഭൂമിയും കൃഷി ഇതൊന്നും വിട്ട് ഞങ്ങൾക്ക് കഴിയില്ല. ഇടയ്ക്ക് വരാം. അവർ പുഞ്ചിരിച്ചു. കുഞ്ഞി അവിടെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് സന്തോഷം പ്രകടിപ്പിലെല്ലാം കഴിഞ്ഞ് അവർ പോയി. അല്ലാച്ച, അപ്പുവേട്ടനെ ഇഷ്ടമായിരുന്നു. എന്നിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞു രണ്ടുപേരും. അവൾ ഉറക്കെ പറഞ്ഞ സാഗർ അപ്പുവിനെ നോക്കി. പറഞ്ഞു കൊടുക്കും മോനെ. അമ്മാവന് ഉറപ്പുണ്ടാമാവ ഈ കൃഷിക്കാരനുള്ള പൊന്നുപോലെ നോക്കുമെന്ന്? ഉറപ്പുണ്ട്. ഞാൻ കണ്ടതാ മോനെ നിങ്ങളുടെ സ്നേഹം. പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത്ര വിഷമിക്കേണ്ടി വരുമായിരുന്നില്ല. ഏതായാലും കുഞ്ഞിയെ നിനവറിയാതെ നോക്കാൻ നിനക്കേ കഴിയൂ. അപ്പു പുഞ്ചിരിച്ചുകൊണ്ട് റൂമിലേക്ക് നടന്നു. പിന്നാലെ കുഞ്ഞി. പറ, എന്നെ ഇഷ്ടമായിരുന്നോ? റൂമിലെത്തിയെന്ന് കുഞ്ഞി ചോദിച്ചു. നിന്നെ അല്ലാതെ ഞാൻ ആരെ ഇഷ്ടപ്പെടാനാ പെണ്ണേ? അവൻ പുഞ്ചിരിയോടെ ചോദിച്ചു. അപ്പൊ അന്ന് പറഞ്ഞ് നീ വിചാരിച്ച പോലെ തന്നെയായിരുന്നു. എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നു. പക്ഷെ നിനക്ക് എന്നെ ഇഷ്ടമാണെന്ന് അറിഞ്ഞ മുതലാ അത് ഞാനും തിരിച്ചറിഞ്ഞു. പിന്നെ നീ പറഞ്ഞ പോലെ തന്നെ ഞാൻ നിന്നെ മൗനമായി പ്രണയിക്കുകയായിരുന്നു. പക്ഷെ നീ വന്നപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ കരുതി നീ എന്നെ നിന്റെ പഴയ അപ്പുവേട്ടനെ മറന്നു എന്ന്. എനിക്ക് ഈ ജന്മം എന്നല്ല, ഒരു ജന്മത്തിൽ അപ്പുവേട്ടനെ മറക്കാൻ സാധിക്കില്ല. ഞാൻ സമ്മതാണെന്ന് പറഞ്ഞ് അപ്പുവേട്ടനെ ഇഷ്ടമാണെന്ന് നോക്കാനാ അങ്ങനെ ആ കള്ളം പറഞ്ഞ്. പക്ഷെ അപ്പുവേട്ടൻ അവിടെ നിശബ്ദമായി. എനിക്ക് ചങ്ക് പൊട്ടും പോലെ തോന്നി. അപ്പുട്ടി എന്നെ അങ്ങനെ കണ്ടിട്ടില്ലെന്ന് അപ്പു കരുതി. അതുകൊണ്ട് അവഗണിച്ചു. പക്ഷെ കല്യാണ രാത്രി എനിക്ക് പിടിച്ചിക്കാൻ കഴിഞ്ഞില്ല. അതാ ഞാൻ അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞ്. ശബരി ഒഴിഞ്ഞോണ്ടാണ്. അല്ലെ എന്നെ കേട്ടില്ലല്ലോ. അവൾ വിതുമ്പിക്കൊണ്ട് ചുണ്ടുകൊട്ടി. അല്ലെങ്കിലും നിന്നെ ഞാനേ കെട്ടുമായിരുന്നുള്ളൂ. അവൻ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. എങ്ങനെ? അവളുടെ കണ്ണുകൾ വികസിച്ചു. അപ്പു പറയാൻ തുടങ്ങി. ഇന്ന് രാവിലെ ഞാൻ സാഗർ മാമയെ കണ്ടിരുന്നു. എന്തിനാണെന്നറിയോ? ഈ കല്യാണം നടത്തേണ്ടെന്ന് പറയാൻ. അപ്പം അങ്ങനെയൊക്കെ നിന്നോട് പറഞ്ഞെങ്കിലും എനിക്ക് കഴിയുമായിരുന്നില്ല നിന്നെ മറക്കാൻ. അപ്പം ചോദിച്ചു, എനിക്ക് കുഞ്ഞിയെ തരുമെന്ന്. ഞാനൊരു അടിയാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ അമ്മാവൻ ചേർത്ത് പിടിച്ചപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അമ്മാവനും ആഗ്രഹിതായിരുന്നു നമ്മൾ ഒരുമിക്കാൻ. അമ്മാവൻ നമ്മുടെ മനസ്സറിയാനാ ഇങ്ങനെ കല്യാണാലോചന മുന്നോട്ട് വെച്ചത്. പക്ഷെ നമ്മൾ രണ്ടുപേരും പരസ്പരം ചെറിയ തെറ്റിദ്ധാരണയായി പോയില്ലേ? അങ്ങനെ മിണ്ടാകുന്നപ്പോൾ മാമൻ കരുതി നമ്മൾ തമ്മിൽ പ്രണയൊന്നുമില്ലെന്ന്. പിന്നെ ഞാൻ കാര്യം പറഞ്ഞപ്പോൾ മാമന്റെ സന്തോഷം ഞാൻ കണ്ടതാ. പിന്നെ ശബരി ഇന്നലെ രാത്രിയോട് വന്നിരുന്നു ഈ കല്യാണം വേണ്ടെന്ന് വെക്കാൻ. നീ എന്നോട് അപ്പം പറഞ്ഞാൽ അവൻ കേട്ടിട്ടുണ്ട്. അപ്പം അവനാ പറഞ്ഞു നമുക്കൊരു സർപ്രൈസ് ആവാന്ന്. അങ്ങനെയാ ഇതെല്ലാം നടന്നു. എനിക്കെൻ്റെ കുഞ്ഞിയോട് പ്രണയമല്ല, പിന്നെ എനിക്ക് നിന്നോട് പ്രണയവും വാത്സല്യവും സ്നേഹവും വാശിയും എല്ലാം കൂടെ ചേർന്ന ഒരു വികാരമാണ്. അവൻ പറഞ്ഞിരുന്നതും അവൾ അവനെ തലയിനെ കൊണ്ട് എറിഞ്ഞിരുന്നു. അപ്പേട്ട, ഒരു പക്ഷെ അപ്പേട്ടനെ കെട്ടില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ ജീവനോട് ഉണ്ടാവുമായിരുന്നില്ല. കുഞ്ഞി, അവൻ കൈ കൊണ്ട് അവിടെ ചുണ്ടിനെ തടഞ്ഞു. അങ്ങനെയൊന്നും അബദ്ധത്തിൽ പോലും പറഞ്ഞു പോരുത്. എനിക്ക് നീ ഈ ലോകത്തില്ലാതെ ഒരു നിമിഷം നിൽക്കാൻ കഴിയില്ല.
അത്രയ്ക്ക് ഇഷ്ടാടി പുള്ള എനിക്ക് നിന്നെ. അവൻ കണ്ണീരോടെ പറഞ്ഞ് അവിടെ കണ്ണു നിറഞ്ഞിരുന്നു. കരയിലെ ഏട്ടാ, എല്ലാം നല്ലതിനാണെന്ന് കരുതാം. അല്പം വേദനിച്ചാലും നമ്മളിപ്പോൾ അതിൻ്റെ ഇരട്ടി സന്തോഷിക്കുന്നില്ലേ? അവൻ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അച്ഛൻ പറഞ്ഞ പോലെ എന്നെ നിലവറിയാതെ സന്തോഷിപ്പിക്കാനും ചിരിപ്പിക്കാനും ഈ അപ്പുവേട്ടിനെ കഴിയും. എൻ്റെ മാത്രം അപ്പുവേട്ടന്. അപ്പുവേട്ടനില്ലാതെ ഞാൻ പൂർണ്ണാവില്ല. ഒന്നിലൊരു അപ്പുവേട്ടൻ വളർത്തിയ കുഞ്ഞിയല്ലേ ഞാൻ. കുറുമ്പോടെ അവൾ പറഞ്ഞതും അവൻ ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചു. അല്ല, ഫീസ് അടക്കാനുള്ള കാശൊന്നും കടം വാങ്ങിയതല്ല അല്ലേ? അപ്പുവേട്ടൻ കഷ്ടപ്പെട്ടതാ. അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നാൽ ചോദിക്കുമ്പോൾ അത് കേട്ട് അവൻ ഞെട്ടി. കുഞ്ഞി, നീ എങ്ങനെ? വേണ്ട, അച്ഛൻ എന്നോട് എല്ലാം പറഞ്ഞു. എങ്ങനെ കഴിയുന്ന അപ്പുവേട്ടൻ ഇത്രയ്ക്ക് എന്നെ സ്നേഹിക്കാൻ? അതിന് മാത്രം എന്ത് പുണ്യാണ് ഞാൻ ചെയ്തേ? എന്താ മോളെ ഇത്? കരയാതെ അവനെ ആശ്വസിപ്പിച്ചു. പിന്നെ എന്നെ ഇങ്ങനെ നോക്കാൻ, കണ്ണുപോലും നിറയാനാവാൻ നോക്കാൻ എൻ്റെ അപ്പുവേട്ടനെ ബെസ്റ്റ്. എന്നും കൂടെ ഉണ്ടാവണം. ഉണ്ടാവിടാ കുഞ്ഞി. അവൻ ചിരിയോടെ അവിടെ നെറ്റിൽ നെറ്റിമുട്ടിച്ചു. ഒരിക്കലും കൈവിടില്ലെന്ന പോലെ മുറുകെ പിടിച്ചു. ആ കൈകൾ നെഞ്ചോട് ചേർത്തു.